ഹായ്, ഞാൻ പ്രിയങ്ക. ഇന്ന് ഞാൻ കുടപ്പൻ ഉലർത്തുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ബനാന ഫ്ലവർ. ഈ ബനാന ഫ്ലവറിനെ കുടപ്പൻ, കൊപ്ര, വാഴച്ചുണ്ട്, വാഴക്കൂമ്പ് എന്നിങ്ങനെ പല പേരുകളിൽ ഇത് വിളിക്കുന്നുണ്ട്. ഇനി ഇത് റോബസ്റ്റ് പഴത്തിൻ്റെ കയ്പ്പുണ്ട് കേട്ടോ ഇത് വെക്കുമ്പോൾ. അപ്പോൾ ചെറുപഴത്തിൻ്റെയാണ് ഏറ്റവും ടേസ്റ്റ്. നേന്ത്രവാഴയുടെയും ഏത്തപ്പഴത്തിൻ്റെയും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നോക്കി എടുക്കണം. ഇനി ഇതിന് നല്ല കറിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ക്യാബേജ് അരിയില്ലേ, ക്യാബേജ് ചെറുതായിട്ട് അരിയണ പോലെ തന്നെയാണ് ഈ കൊപ്രയും അരിയുന്നത്, ഈ കുടപ്പനും അരിയുന്നത്. ഇത് അരിഞ്ഞതിന് ശേഷം ഇതിൽ നമ്മുടെ വെളിച്ചെണ്ണ തൂക്കിയിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് ഇത് തിരുമ്മണം. അപ്പോൾ ഇതിന്മേൽ നമ്മുടെ നൂലുണ്ട്, ഇതിനൊരു നൂലുണ്ട്, കറ പോലത്തെ നൂല്. ആ നൂല് നമ്മുടെ കൈമ ചുറ്റി വരും. ഈ നമ്മുടെ കായയ്ക്കുണ്ട് ആ കറ, ആ നമ്മൾ അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിടുമ്പോൾ ആ കറ പോണത് കാണാം. അതുപോലെ തന്നെ ഈ കുടപ്പിനും ഉണ്ട് ഈ കറ. അത് ഈ നൂല് നമ്മൾ നന്നായിട്ട് തിരുമ്മി എടുത്ത് കളയണം. ഇനി ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് തേങ്ങ ഇട്ടിട്ട് വെക്കാം. ഞങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത് പയറിട്ടിട്ട് ഇത് ഒലത്ത് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്, ഈ കുടപ്പൻ. അപ്പോൾ പയർ തലേ ദിവസം 6 മണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് കുതിർത്തത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ച് വെക്കുക. അധികം വെള്ളം പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ച് വെക്കുക. ഇനി വേവിച്ച് വെക്കാം. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്, ഉള്ളി 5 ഉള്ളി, വെളുത്തുള്ളി 4 വെളുത്തുള്ളി ചതച്ചത് ഈ വെളിച്ചെണ്ണയിലോട്ട് ഇടാം. ഇനി കറിവേപ്പില ഇട്ട് ഇത് വഴറ്റുക. ഈ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കണ ഈ കുടപ്പൻ ചേർത്ത് ഇളക്കിയിട്ട് നന്നായിട്ട് വേവിക്കുക. മൂടി വെച്ച് വേവിക്കുക. മാക്സിമം ഒരു 8 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ചുരുങ്ങി ഇതായിട്ടുണ്ടാവും, നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കുടപ്പൻ. ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ആ പയറുണ്ടല്ലോ, ആ പയറും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റും കൂടിയിട്ട് അത് ഒന്ന് കുക്ക് ചെയ്യാം നന്നായിട്ട്. അപ്പോൾ പയറുമേക്കും ആ മസാലയും ആ ഉള്ളിയുടെയും കുടപ്പൻ്റെയും ഒക്കെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വാങ്ങി വയ്ക്കുക. ഇനി നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അതവിടെ വയ്ക്കുക. ചോറിൻ്റെ ഒപ്പവും കഞ്ഞിയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെറുതെയും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇടുന്ന കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് റെഡിയാക്കി സെറ്റപ്പാക്കി വയ്ക്കുക.